ഞങ്ങളിന്ന് ശംഖുമുഖത്ത് പോവാണ്. ശംഖുമുഖം വെട്ടുകാട് ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് 24-ാം തീയതി. ഇത് പോകുന്ന വഴിയിൽ ഉള്ള കാഴ്ചയാണ്. ഇപ്പോൾ എത്താറായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ശംഖുമുഖം എത്തി. പാർക്ക് ചെയ്യാനൊന്നും അധികം ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഭയങ്കരമായൊരു തിരക്കില്ലായിരുന്നു. ഞങ്ങളിവിടെയായിട്ട് വണ്ടി വെച്ചിട്ട് നടന്നാണ് പോയത്. ശകലേ നടക്കാവൂ, കുറച്ച്. എൻ്റെ സൈഡിലായിട്ട് ഇഷ്ടം പോലെ കടകളുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കടകൾ. എല്ലാവരും കൂടെ നടക്കുവാണ്. ചെറിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു. ചുമ്മയാണ്, എന്തിനാണെന്ന് അറിയില്ല. ചെറിയൊരു ഗേറ്റ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു രണ്ട് ചുറ്റിനുമായിട്ട്. ഫാൻസി ഐറ്റംസ് ആയാലും വെള്ളമോ എല്ലാ സാധനം എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും മറ്റേ ബബിള് വാങ്ങി അത് കൊണ്ട് കളിക്കുമായിരുന്നു മിക്കുള്ള ആളുകളും. കടപ്പുറത്തെത്തി. കടപ്പുറത്ത് മണലിൽ എഴുത്തുങ്ങൾ ഈ ബബിൾസും കാറ്റാടി അങ്ങനെയുള്ളതൊക്കെ കുത്തി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 4 ചുറ്റിനിങ്ങനെ മണലിങ്ങനെ ചെറിയൊരു കൂമ്പാരമാക്കിക്കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പട്ടികൾ വരെ കടൽ കാണാൻ വന്ന് കിടപ്പുണ്ട്. രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ വൈകിട്ടാണ് പോയത്. ചേച്ചിയുടെ മോനാണ്. അവൻ എന്തൊക്കെയോ അവിടെ എഴുതിയൊക്കെ വയ്ക്കുന്നുണ്ട്. മോൾക്ക് നല്ല ഇഷ്ടമാണ് കടൽ, ബീച്ച് ഇങ്ങനെയൊക്കെ പോകാൻ. ആദ്യം ഭയങ്കര പേടിയായിരുന്നു, ഇറങ്ങത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല ഇഷ്ടമാണ് അവൾക്ക്. അവൻ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഒരുപാട് നേരം ഞങ്ങളിങ്ങനെ അവിടെ തന്നെ നിന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല കാറ്റും. മോളെ ചെരുപ്പിൽ മണ്ണ് കയറിയതുകൊണ്ടാണ് ഈ ആക്ഷനൊക്കെ അവിടെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. പ്രതീക്ഷിക്കാതെ ഒരു തിര വന്ന് കയറിയ പുകിലാണ് ഈ കാണുന്നത്. മൊത്തം മണലായി. ഡ്രസ്സൊക്കെ ഫുള്ളങ്ങ് നനഞ്ഞ്. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു തിരയായിരിക്കും വരുന്നതെന്ന്. അത് കണ്ടിന്യൂസ് ആയിട്ട് 1-2 തിരയായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ പോപ്പപ്പോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ എറിയുമ്പോൾ ശബ്ദം കേൾക്കും. അതിങ്ങനെ വാങ്ങിച്ചെറിഞ്ഞെറിഞ്ഞ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ചേച്ചിക്ക് കമ്മൽ വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിരുന്നു. നേരെ വെട്ടുകാടാണ് പോയത്. ഇത് പോകുന്ന വഴിക്ക് ഉള്ള പള്ളികളാണ്. എല്ലായിടത്തും ഇഷ്ടംപോലെ സ്റ്റാറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. വീടുകളും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വീടുകളൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെട്ടുകാടെത്തി. ഇത് എൻട്രിയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതൊരു മരത്തിൽ ലൈറ്റ് ഇട്ടേക്കുന്നതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര തിരക്കില്ലായിരുന്നു. 24-ാം തീയതി ആയിട്ട് പോലും അത്ര തിരക്കില്ലായിരുന്നു പള്ളിയിലൊന്നും. ഈ സ്റ്റാർ നല്ല ഭംഗിയായിരുന്നു കാണാൻ.
വലിയൊരു സ്റ്റാറായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. അത് ആ പള്ളിയുടെ ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ആർച്ച് പോലെ ആയിരുന്നു ഈ ലൈറ്റ്. അത് നല്ല രസമായിരുന്നു കാണാൻ. അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് പല രീതിക്ക്. പള്ളിയിൽ അങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ലായിരുന്നു. കുറച്ച് ലൈറ്റുകളും സ്റ്റാറുകളൊക്കെ. പക്ഷെ പുറത്ത് ആണ് ഇഷ്ടം പോലെ ലൈറ്റും കാര്യങ്ങളെല്ലാം. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് 2-3 ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഇത് മല പോലെ ഇങ്ങനെ ചെയ്തിട്ട് മുകളിലൊരു സ്റ്റാർ. അത് നല്ല രസമുണ്ടായിരുന്നു. 2024 എഴുതിയ ഒരു ലൈറ്റായിരുന്നു ഇത്. ഒരുപാട് പേര് അതിൻ്റെ അകത്ത് നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കണ്ടോ, അധികം തിരക്കില്ല. ഞങ്ങൾ പോയ സമയം ഇന്നൊരു 8 മണി 8:30 ആ ടൈമായിരുന്നു. പിന്നെ ഇത് കടലിൽ, അവിടുത്തെ കടലിലോട്ട് പോകുമ്പോൾ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തൊരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു. അവിടെ ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. ബാഗ്, പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണമെന്നുള്ള കളിപ്പാട്ടങ്ങൾ, ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിട്ട് കടന്ന് തിരിക്കാൻ പോവാണ്. നല്ല ബ്ലോക്കായിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന ഞങ്ങൾക്ക് ബ്ലോക്കില്ലായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ ഒരുപാട് ദൂരം, എനിക്കൊരു 2 കിലോമീറ്ററോളം ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇത് മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ടിരുന്നു. കനകക്കുന്നിൽ ലൈറ്റ് കാണാൻ വേണ്ടി പോയതാണ് ഞങ്ങൾ. പക്ഷേ അവിടെ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും കത്തിച്ചിട്ടില്ലായിരുന്നു. 25-ാം തീയതി കത്തിക്കുമെന്നാണ് പറഞ്ഞത്, അറിയില്ല. ഞങ്ങൾ 24-ാം തീയതിയാണ് പോയത് നൈറ്റ്. ഇഷ്ടംപോലെ ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഓണാക്കി ഇട്ടിട്ടില്ല. ഇവിടെയും തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി.